ഗോകുലം ഗോപാലൻ ചേട്ടൻ ഒരാളെടുത്തിട്ട് വെയിലിരിക്കുന്ന ടിനോവ. പിന്നെ ധ്യാനിന്റെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഭാര്യ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബ്ലസ് എന്ന് പറയുന്നത്. സൂപ്പർ സ്റ്റാർ ആവുക എന്നുള്ളതല്ല. നെപ്പോട്ടിസം പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നെപ്പോ കിട്ടും ആവരുത്. നമുക്ക് മകനെ ജോലിക്ക് വിട്ട് പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ട്. അധ്യാപകരെ അല്ല ബഹുമാനിക്കേണ്ടത്, കുട്ടികളെയാണ് അധ്യാപകർ ബഹുമാനിക്കേണ്ടത്. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന കുറേ സിറ്റുവേഷൻസ് വരാറുണ്ടല്ലോ. അപ്പം അങ്ങനെ വന്നിട്ട് ഒരുപാട് സങ്കടം തോന്നിയിട്ടുള്ള അതെന്താ പറയട്ടെ, ഇപ്പൊ എന്ത് പറഞ്ഞാലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ജാതി മതം ഒക്കെ കടന്നു വരും. അതങ്ങനെ വിഷമുള്ള ആൾക്കാരാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ രണ്ടാമത് ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ റോഷൻ എൻ്റെ അടുത്ത് ചോദിച്ചു മിമിക്രി വല്ലതും ചെയ്യുമെന്ന്. അപ്പോൾ ഒരു ഇനോഗ്രേഷൻ ചെല്ലുമ്പോൾ ചെയ്യുമെന്നെങ്കിൽ ഇല്ല പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ജാടയെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടർ അനുകരിക്കും. അത് ട്രോളിന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. എനിക്കുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് പേഴ്സണൽ. സുരേഷ് ചേട്ടൻ അനുകരിച്ചത് അദ്ദേഹത്തിനെ ട്രോളിന്നും പറഞ്ഞ് കംപ്ലീറ്റ് ന്യൂസ് വന്ന് സുരേഷ് ചേട്ടൻ അത് ഫീൽ ചെയ്തു. അത് കാണുക മറന്നു കളഞ്ഞേക്കാന്നുള്ളതല്ല, പിന്നെ അതങ്ങ് പൊക്കി പിടിച്ചിട്ട് അതൊരു വലിയൊരു വൈരാഗ്യത്തിലേക്ക് ആൾക്കാരെ തിരിച്ചുവിടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. ഇത് എന്ത് മനുഷ്യന്മാരാണ്. കാരണം ഒരു വിഭാഗം തൊഴിലില്ലാണ്ട് ഇവിടെ ഇരിപ്പുണ്ടേ, അവരാണ് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ നിന്ന് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇത് കാണുക ആസ്വദിക്കുക മറന്നു കളഞ്ഞേക്കുക എന്നുള്ളതല്ല ചിന്തയല്ല, അത് രാഷ്ട്രീയവും വർഗീയതയൊക്കെ ആയിട്ട് മാറ്റാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ പിന്നെ ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്, അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ വളർച്ച എന്താണെങ്കിലും എനിക്ക് വളർച്ചയ്ക്ക് ഗുണം ചെയ്തിട്ടുള്ളൂ. ഒന്നും എനിക്ക് എൻ്റെ വളർച്ചയെ നിർത്തിയിട്ടില്ല, തടഞ്ഞു നിർത്തിയിട്ടില്ല. കാരണം ഞാൻ നല്ല ഉദ്ദേശശുദ്ധിയോടെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതും പറയാറുള്ളതും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വിഷമം അത് അങ്ങനെ വേണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എന്തും ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് വളർച്ചയ്ക്ക് ഗുണമായിട്ടുണ്ട്. ഈ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് മാറി നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന, എപ്പോഴും ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്നത് എന്താ? ചിരിക്കുക എന്നുള്ളതാണ്. തമാശ കണ്ടെത്ത് ഒരാളെ കുറിച്ച് തമാശ ഉണ്ടാക്കുക. അത് നമ്മളുടെ ചുറ്റും കഥാപാത്രങ്ങളുണ്ട് നമുക്ക് ചിരിക്കാനുള്ളത്. അത് ഞങ്ങളിപ്പോൾ 2-3 ഫ്രണ്ട്സ് ഒരുമിച്ച് പോവുകയാണെങ്കിൽ അവരുടെ കഥ പറഞ്ഞ് അവരെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ ചിരിക്കാറുണ്ട്. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾ മൊബൈൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ട്രോൾസ് കണ്ടുകൊണ്ടിരുന്ന് ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും. നമ്മൾ കണ്ടിട്ടുള്ള സ്കിറ്റുകൾ വീണ്ടും കാണും, അപ്പോൾ ഒരു സന്തോഷം കിട്ടും. റിപ്പീറ്റ് ചെയ്ത് ഞാൻ കാണാറൊന്നുമില്ല, പക്ഷെ ഓർമ്മ വരുമ്പോൾ ചിലപ്പോൾ ചിലത് നമുക്ക് വീണ്ടും ചിരിക്കാനുള്ള സ്കിറ്റുകൾ ഒരുപാട് ഇങ്ങനെ ഉണ്ടായിപ്പോയിട്ടുണ്ട്. പിന്നെ എല്ലാം ജീവിതത്തിലുണ്ടായിരിക്കുന്ന തമാശകളാണ് എനിക്ക് എപ്പോഴും എന്നും ചിരിപ്പിക്കുന്നത്. ഈ ട്രോൾസ് ഒക്കെ എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ട്രോൾസ് നല്ല കഴിവുള്ള ആൾക്കാരല്ല, അവർ എന്നെക്കുറിച്ച് തന്നെ എഴുതുന്നത് കണ്ടിട്ട് എനിക്ക് പിഷാരടി അയച്ചു തരും. അപ്പോൾ ഞാൻ അവർക്ക് എന്തൊരു ക്രിയേറ്റിവിറ്റിയാണ് ഇവർക്ക്. എന്നാൽ ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ അതിനെക്കുറിച്ച് ഇടാൻ പറ്റുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ബുദ്ധി ഉണ്ടല്ലോ, അത് ശരിക്കും ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് പറ്റുള്ളൂ. പുതിയൊരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്, കണ്ടായിരുന്നു? മറ്റേ അത് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഒരു 100-150 പേര് എനിക്ക് അയച്ചു തന്നപ്പോൾ ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് അറിയണത് എല്ലാവരെ കുറിച്ച് അങ്ങനെ ഓരോ സാധനം ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാരെ കുറിച്ചും ഇറക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അതിനകത്ത് റീസെന്റ് ഞാൻ ഇന്നലെ ഇങ്ങനെ ചേട്ടനെ കുറിച്ചൊക്കെ ഇങ്ങനെ പഠിക്കാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ടൈമില് കണ്ടൊരു ട്രോളാണിത്. അത് നല്ല രസമുണ്ട്. ടോവിനോയുടെ ടിനോവ. ഞാൻ അങ്ങനത്തെ പ്രസംഗങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ റിപ്പീറ്റ് എടുത്ത് കാണും. ഗോകുലം ഗോപാലൻ ചേട്ടൻ ഒരാളെടുത്തിട്ട് വെയിലിരിക്കുന്ന ടിനോവ പറയുമ്പോൾ സിറ്റുവേഷൻ ഉണ്ട്. അതേപോലെ ഒരു രവിചേട്ടനൊക്കെ മറ്റേ ഒരു നേരത്തെ ഒരു യൂണിവേഴ്സിൽ പെട്ടെന്ന് ഒരു മന്ത്രിയെ രക്ഷിക്കുന്ന അതാണെങ്കിലും ഭയങ്കര ഫണ്ണി ആയിട്ട് അത് സോഷ്യൽ മീഡിയ. പിന്നെ ധ്യാനിന്റെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നതാണ് ധ്യാൻ. അവരുടെ ലൈവ് മറ്റേ പ്രൊമോഷൻ ഷോ ഒക്കെ കാണി, അത് ഭയങ്കര ചിരി കിട്ടുന്ന കാര്യമാണ്. പിന്നെ ഇപ്പൊ എല്ലാരും പറയും, ചീത്ത പറയുന്നുണ്ട് ഈ ആറാട്ടണ്ണനും പെരേരേക്ക. ഞാനത് കണ്ടിട്ട് ഞാൻ ഇന്ന് ആസ്വദിക്കാറുണ്ട് ഇവരുടെ. പിന്നെ ഒരു രാജേഷ് എന്ന് പറഞ്ഞിട്ട് കാസർഗോഡുള്ള ഒരുത്തുണ്ട്, എല്ലാവർക്കും ഓഹോ എന്ന് പറയും, അങ്ങനെ ഒരുത്തനുണ്ട്. അപ്പൊ ഇവരൊക്കെ വേറൊരു യൂണിവേഴ്സിൽ ജീവിക്കുന്ന, വേറെ പ്ലാറ്റ്ഫോമിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ലോകത്ത് അവർ ഡിസ്കസ് ചെയ്യുന്നത് എന്തായിരിക്കും, അവർ സിനിമ ചെയ്യാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു ഇതെന്നുള്ള ആ ഒരു ലോകത്തേക്ക്. അപ്പം അവിടെ നമ്മുടെ എല്ലാം ഓഫ് ചെയ്തിടും. നമ്മൾ വലിയ അതൊന്നും ചിന്ത വരരുത്. നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ, നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളുണ്ടല്ലോ,
ഞാൻ ആസ്വദിക്കുന്ന ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കാറുണ്ട്. ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഫാമിലി ഞങ്ങൾ 3 പേരാണ്. വൈഫ് വീട്ടിൽ തന്നെ. മോൻ ഇതുപോലെ തന്നെ എന്നെ പോലെ തന്നെയാണ്, വെള്ളം പോലെ എന്തിൻ്റെ കൂടെയും ചേരുന്ന ഒരുത്തനാണ്. അഭിനയിക്കും, പാട്ട് പാടും, അല്ലെങ്കിൽ വണ്ടി ഓടിക്കും, ഗിറ്റാർ വായിക്കും, ആനിമേഷൻ ഗ്രാഫിക്സ്. അപ്പോൾ അതിൻ്റെ ക്രിയേറ്റിവിറ്റി അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്താലേ ഇനി ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നത് മാത്രമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം മാത്രമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിലെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഡിപ്രസ്ഡ് ആവും. നമ്മൾ അടുത്തിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്യുക, ഗിയർ അപ്പം തന്നെ മാറ്റുക. അവനും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വീട്ടിലൊരു പൂച്ചയാണുള്ളത്. അത് കാരണമാണ് ഇപ്പോഴത്തെ യാത്രകൾ പലതും തടസ്സമാകുന്നത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറില്ല, ഞാൻ ഫാമിലി ഉണ്ടാവാറുണ്ട്. എനിക്ക് ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അത് പൂർണ്ണമാവില്ല. ഞാൻ എൻ്റെ വീട്ടുകാരും കൂടി കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് എൻ്റെ വൈഫ് പല യാത്രകളും ഒഴിവാക്കുന്നുണ്ട്. ഇതിനെ നോക്കണം, ഹോസ്റ്റലിൽ കൊണ്ടാക്കാനൊക്കെ പേടിയാണ്. ഈ പൂച്ച വന്നാൽ പിന്നെ അത് കുടുംബത്തിലൊരു അംഗമായി മാറി. വർക്ക് ചെയ്യുന്നതാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പേരെന്തായാലും പൂച്ചയുടെ പേരാണ്, ടോം എന്നുള്ളത്. അപ്പോൾ അവന് കാർന്നോന്മാരുടെ പേരിടാന്ന് വിചാരിച്ച് വർക്ക് ചെയ്തിട്ടത്. അപ്പോൾ ഇത്തിരി റെസ്പെക്റ്റ് എന്ന് തോന്നുന്നു. അപ്പം അതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പം മകനെയും സിനിമയിലേക്ക് വരാനായിട്ടുള്ള അല്ല, അവന് നല്ലൊരു സംഭവമാണെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കുള്ളൂ. പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഷോർട്ട് ഫിലിമിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ നല്ലൊരു എന്നുവെച്ചാൽ കറക്റ്റായിരിക്കണം. എനിക്കൊക്കെ കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് എൻ്റെ മകന് പറ്റരുതെന്നുള്ളൊരിതുണ്ട്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലൊക്കെ ചില പടങ്ങൾ പോയി ചെയ്യും. അത് ചിലപ്പോൾ ഇതാവും. വളരെ ബുദ്ധിപൂർവ്വമൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് അത്രയും സെലക്റ്റീവ് ആവരുത്. കുറച്ച് നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണം. അപ്പോൾ അവന് നല്ലൊരു ഇൻട്രൊഡക്ഷൻ കിട്ടണം. അവന് ഓൾറെഡി അഭിനയിച്ചത് എന്ന് പറഞ്ഞാൽ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ മകനായിട്ട് തന്നെയാണ്. ലാലേട്ടനായിരുന്നു അതിലെ ഹീറോ എന്ന് പറയുന്നത്, രഞ്ജിത്ത്. അപ്പോൾ അന്ന് ഞങ്ങൾ UK ഒരുമിച്ചുണ്ടായിരുന്നു, ഷൂട്ടിങ്ങിന് പോയത് ഒരുമിച്ച്. അപ്പോൾ എനിക്കൊരു ഫാമിലി അതിൻ്റെ അകത്ത് വേണം. അതിൻ്റെ അകത്തൊരു അമ്മയുടെ കഥയാണ്. അപ്പോൾ ഭാര്യേനെയും കൊച്ചിനൊക്കെ ഇനി ഇവിടെ നിന്ന് കൊണ്ടുണ്ടെങ്കിൽ വിസ എടുക്കണം, കാശ് കൊടുക്കണം. ഇതാകുമ്പോൾ ഫ്രീ ആയിട്ട് എൻ്റെ കൂടെ ഉണ്ട്. കുറച്ചൊരു സീന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതവർ നന്നായിട്ട് ചെയ്തു. അതാണ് അവൻ ശരിക്കും ഒരു സിനിമാറ്റിക് ക്യാമറ ഫേസ് ചെയ്തത്. അപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനാണല്ലോ തൊട്ടത്. അപ്പോൾ ഇനി അടുത്തത് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു ഡയറക്ടർ അവനെ കാസ്റ്റ് ചെയ്താൽ, നമ്മൾ ഒരു സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ടായിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓർത്തിരിക്കണമെങ്കിൽ ഒരു സീനാണെങ്കിലും പെർഫോമൻസ് വൈസ് അതിനവന് യോഗം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എല്ലാം എനിക്കങ്ങ് വന്ന് ഭവിച്ചിട്ടുള്ളതാണ്. എൻ്റെ വാഹനങ്ങൾ, എൻ്റെ വീടും, എൻ്റെ ഫാമിലിയും, എൻ്റെ ഏറ്റവും ബ്ലെസ്ഡ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഭാര്യ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബ്ലെസ് എന്ന് പറയുന്നത്. സൂപ്പർ സ്റ്റാർ ആവുക എന്നുള്ളതല്ല. ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഈ അടുത്ത് തന്നെ അവരുടെ സക്സസ് എൻജോയ് ചെയ്യാൻ പറ്റണില്ല. കാരണം കരിയറിൻ്റെ എടുത്ത് ടെൻഷൻ അടിച്ചിട്ട് ഒരു സക്സസ് ഉണ്ടാക്കി, ഇനി അടുത്തത് ഉണ്ടാവണമല്ലോ എന്ന് ഓർത്തുള്ളൊരു പ്രഷറിൽ അവർക്ക് പല പ്രശ്നങ്ങളും ദേഷ്യവും ഒക്കെ കൂടിയിട്ട് ഇടിയും ബഹളവും. ഞാൻ ഈ അമ്മയിലുള്ള മെമ്പേഴ്സിൻ്റെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനും മീറ്റിങ്ങിനൊക്കെ പോകാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ആസ്വദിക്കും. ഇവർക്ക് ഇത്രയും നല്ലൊരു സ്റ്റാർഡം കിട്ടിയിട്ട് അത് ആസ്വദിക്കാൻ പറ്റാതെ വൈരാഗ്യവും ഭയങ്കര ഈ റേസിൽ ഓടിയെത്തണം എന്നുള്ളതുണ്ടല്ലോ, ആ ഒരു ഫോക്കസ് മാത്രം വെച്ചിട്ട് നമ്മൾ ചുറ്റുമുള്ള സന്തോഷങ്ങൾ ഇല്ലാണ്ടാക്കുകയാണ്. ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി ഇപ്പോഴുള്ള സന്തോഷം നമുക്ക് നല്ല സന്തോഷമായിരിക്കും, അത് എൻജോയ് ചെയ്യാൻ പറ്റാണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് മെൻ്റലി കൺട്രോൾ ചെയ്യാൻ പറ്റിയാലും ഒരു ആക്ടർ ആയിട്ട് കാര്യമുള്ളൂ, പഴയ പോലെ അല്ല. അപ്പോൾ അതിനെല്ലാത്തിനും യോഗ്യനായി മാറുമ്പോൾ അവനൊരു ആക്ടറായിട്ട് വരട്ടെ. ഇപ്പോൾ ആദം എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് അന്നോട്ടെ അറിയണമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ള സംഭവമാണ് ഈ ഒരു സ്റ്റാറിൻ്റെ മകൻ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ അവർ അത് എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം നമുക്കത് പേഴ്സണലി അറിഞ്ഞുകൂടാ. അതായത് ഇപ്പോൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒരു സ്റ്റാറിൻ്റെ മകൻ എന്നുള്ള രീതിയിൽ അങ്ങനെ മാറ്റി നിർത്താറുണ്ടോ, അല്ലെങ്കിൽ ചില ആൾക്കാർ അത് യൂട്ടിലൈസ് ചെയ്യാറുണ്ടോ, അങ്ങനെ എന്തെങ്കിലും വന്നു? ഞാൻ ഒരു പ്രാവശ്യം വിക്കിപീഡിയയിൽ ആരും എഴുതി ചേർത്തേക്കണത് ഞാൻ കണ്ട്. ടിനി ടോം സൺസ് നെയിം ഇസ് ആദം, ഈ സ്റ്റഡിങ് ഇൻ രാജഗിരി സ്കൂളിൽ വെച്ചിട്ടാണ് പറഞ്ഞത് യു ഓൾവേസ് ഈറ്റ് ബർഗേഴ്സ് എന്ന്. അവൻ ശരിക്കും ബർഗർ കഴിക്കുക. അത് കണ്ടിട്ട് കുശുമ്പ് വന്നിട്ട് ആരോട് എഴുതി ചേർത്തിരിക്കുക. അവൻ ഈ ഫോറിൻ ഫുഡിനോടാണ് ഇഷ്ടം. അപ്പം ഞാൻ ആലോചിച്ചത്, ഇത് അവൻ അങ്ങനെയുള്ളൊരു ആളായതുകൊണ്ടല്ല അങ്ങനെ എഴുതി ചേർത്തത്. അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ആ ശ്രദ്ധ എന്ന് പറഞ്ഞിട്ട് അത് നെപ്പോട്ടിസം പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നെപ്പോ കിഡും ആവരുത്. യഥാർത്ഥത്തിൽ അനുഭവിച്ച അത് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകം കളിക്കുമായിരുന്നു. നാടകത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പണിയും ചെയ്യണം. കാസർഗോഡ് വരെ വണ്ടിയിലൊക്കെ ഇരുന്ന് കോമ്പറ്റീഷന് പോകണം. സ്കൂൾ അത് അനുഭവിക്കട്ടെ എന്ന് ഇരിക്കും. കാരണം ആ ഒരു ഫേസിൽ കൂടി കടന്നു വന്നെങ്കിൽ ഇതിനൊക്കെ ഒരു വില ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തലൊന്നും
ഉണ്ടായിട്ടെന്ന് തോന്നുന്നില്ല. അവൻ ഫസ്റ്റ് കോളേജിൽ മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അച്ഛൻ പിടിച്ചു പോകുമെന്ന് പറഞ്ഞു. അത് രാജഗിരി സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് ആയിരുന്നു. ഇവൻ്റെ ആദ്യം തന്നെ പിടിച്ചു. കാല് പിടിച്ച് നമ്മൾ സൂപ്പിച്ചിട്ടാണ് മൊബൈൽ മേടിച്ചത് കൊടുത്തത്. പക്ഷെ അച്ഛൻ പിടിച്ചു വെച്ചപ്പോൾ എനിക്ക് വിളിച്ച് പറഞ്ഞാൽ അച്ഛൻ കൊടുക്കും, അജീഷ് അച്ഛൻ. അപ്പോൾ എത്ര 6 മാസത്തേക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു ഫോൺ. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രിവിലേജ് എനിക്ക് വേണമെന്ന് ആഗ്രഹമില്ല. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു പ്രിവിലേജ് എടുക്കാറില്ല എന്ന് കരുതിയിട്ട് ഒന്നിലും നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കണമെന്നല്ല. അവന് വേണ്ട സ്ഥലത്ത് കൊടുക്കും. പക്ഷേ ഡിസിപ്ലിൻ പഠിക്കേണ്ട സ്ഥലത്ത് ഡിസിപ്ലിനായിട്ട് തന്നെ പോകണമെന്നാണ്. കാരണം എന്നെ ഞാനാക്കിയത് എൻ്റെ ഡിസിപ്ലിൻ, എന്നെ പഠിപ്പിച്ച അധ്യാപകരും എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ മൂത്തവർ, എനിക്ക് മുന്നേ കടന്നുപോയവരൊക്കെയാണ് ഡിസിപ്ലിൻ പഠിപ്പിച്ചത്. ഡിസിപ്ലിൻ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അഹങ്കാരികളാവും. അപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു 6 മാസം കഴിഞ്ഞിട്ട് ഫോൺ കൊടുത്തത് എല്ലാവരും കൊടുക്കണം. അല്ല വേണമെങ്കിൽ ഞാൻ വേണ്ട അച്ഛാ, അവിടുത്തെ നിയമം പോലെ. ഞാൻ ഒന്നിലും അവിടെ വന്നിട്ട് ഒരാളുടെ കാല് പോലും പിടിച്ചില്ല. ഞാൻ വന്നിട്ടില്ല. ആകെ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ മാത്രമേ വന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു റെക്കമെൻഡേഷൻ. മറ്റേ ഓപ്പോസിറ്റ് കോളേജ് രാജഗിരി. അതെ. അത് വേണ്ട. സാധാരണ വരുന്ന പോലെ തന്നെ വന്ന്, അതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് മകനെ നന്നായിട്ട് വളർത്തുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്ക മകനെ ജോലിക്ക് വിട്ട് പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ട്, ഹോട്ടൽ ബിസിനസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കല്യാണം കഴിപ്പിച്ച് വിട്ടതിന് ശേഷമാണ് അവൻ അഭിനയിപ്പിക്കാൻ വിട്ടത്. അപ്പോൾ ഒന്ന് ഒതുങ്ങി പക്വതയായി. അല്ലെങ്കിൽ എന്താ കയ്യിൽ നിന്ന് പോകും. നമ്മുടെ ലൈഫ് ഒരു പ്രാവശ്യം കയ്യിൽ നിന്ന് പോയാൽ തീർന്നു. അപ്പം അതിന് യോഗ്യനാകുമ്പോഴാണ് ഓരോ സ്ഥാനങ്ങൾ കിട്ടേണ്ടത്. പേരൊക്കെ പഴുക്കാണ്ട് തിന്നിട്ട് കാര്യമില്ല, കഴിക്കും. നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം പഴുക്കട്ടെ. പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോകാറുണ്ടോ? വൈഫാ പോണത് കൂടുതൽ, ഞാൻ പോയിട്ടില്ല ഇതുവരെ. ഇല്ല പോയിട്ടില്ല. ചെറുപ്പത്തിലോട്ടേ പോയിട്ടില്ല. ഇല്ല, ഞാൻ പോയിട്ടില്ല. അല്ല, ഞാൻ ഈ ആസിഫ് അലിക്ക് പറയുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ലൈഫ് മോളും മോനും ഒക്കെ ആകുന്ന ടൈമില് ആ ഒരു ഫേസിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് പോകുന്നത്. അല്ല, എനിക്ക് ഇപ്പൊ തോന്നണം അന്നൊക്കെ പോകണമായിരുന്നെന്നുള്ളൂ. കാരണം ഇവനെ കുറിച്ചുള്ള കുറ്റങ്ങൾ കേൾക്കായിരുന്നല്ലോ. പക്ഷെ വൈഫായിട്ട് അങ്ങനത്തെ ഒരു കുരുത്തക്കേടോ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാത്തിലും ഇടിച്ചേറി ചെയ്യുന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഡാൻസ് കളിക്കും, ഇത് ചെയ്യും. അല്ലാതെ ഒരു കുരുത്തക്കേട് പ്രശ്നം ഈ ഫോൺ പിടിച്ചു വെച്ചാൽ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഫോൺ എന്റെയും പിടിച്ചു വെച്ചിട്ടുണ്ട്. അതവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇന്റർവെല്ലെങ്കിലും കണ്ടാൽ പോലും ആ സാധനം പിടിച്ചു വെക്കുന്നത്. അപ്പൊ അവൻ പറഞ്ഞു വീണ്ടും എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തെന്ന് പറഞ്ഞു, കോളേജിലാക്കി എന്ന് പറഞ്ഞപ്പോ. ഏറെക്കുറെ. പക്ഷെ അതൊക്കെ നല്ലതാണ്, നമ്മുടെ ലൈഫിനൊരു അടക്കം ചിട്ടല്ലേ. പക്ഷെ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇപ്പൊ രാജഗിരി കംപ്ലീറ്റ്ലി ഫ്രീഡോയാ. ഫ്രീഡോയി. ഞാനൊക്കെ പഠിക്കുന്ന ടൈമില് ഇതേപോലെ നമുക്ക് ഈ ആനിമേഷൻ ഗ്രാഫിക് ഡിസൈനിങ് ആയതുകൊണ്ട് പിന്നെ അധികം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നില്ല. പക്ഷെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ മൊബൈൽ പിടിച്ചു വെക്കുക അങ്ങനത്തെ ഒക്കെ. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയ പിന്നെ ഇപ്പൊ അവിടെ വെൻഡിങ് മെഷീനായി, വേറെ പുറത്ത് ചായക്കടയായി, ലൈബ്രറി ഒക്കെ ഇപ്പൊ കണ്ട ഏതോ. അല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞാല് അധ്യാപകരെ അല്ല ബഹുമാനിക്കേണ്ടത്, കുട്ടികളെയാണ് അധ്യാപകർ ബഹുമാനിക്കേണ്ടത്. അങ്ങനെ ബഹുമാനിച്ചാൽ കുട്ടികൾ അവരെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യും തിരിച്ച്. നമ്മൾ മറ്റേ അധ്യാപകനാണെന്നും പറഞ്ഞിട്ട് വരിച്ച വരയിൽ നിർത്താൻ നോക്കിയാൽ പിള്ളേരുടെ ഉള്ളിൽ ദേഷ്യം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ റെസ്പെക്റ്റ് ഉണ്ടാവില്ല, അത് വെറുതെ അഭിനയിക്കുന്നതായിരിക്കും. ചില കോളേജിൽ ഞാൻ ഇപ്പോഴും ഒരുപാട് കോളേജിൽ ഇനോഗ്രേഷനൊക്കെ പോകാറുണ്ട്. അപ്പോൾ ചില അധ്യാപകരുടെ പേര് പറയുമ്പോൾ ഭയങ്കര കയ്യടിയായിരിക്കും. അതിന് കാരണം എന്താ പറഞ്ഞാൽ ആ അധ്യാപകൻ അവരുടെ കൂട്ടുകാരനായിരിക്കും. ഞാൻ എല്ലായിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരായിട്ട് അത്ര മിങ്കിൾ ചെയ്യും. അപ്പോൾ ശരിക്കും റെസ്പെക്ട് ചെയ്യേണ്ട കുട്ടികളാണ്. ഞങ്ങളുടെ ഇപ്പം ഞങ്ങൾക്കുണ്ടായിരുന്ന കുറച്ച് സാറുമാരാണെങ്കിലും അതേപോലെ അത് എനിക്ക് കോളേജ് വന്നിട്ട് അത് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതായത് 1-2 സാറുമാരുണ്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചു. ഇപ്പം ക്രിസ്റ്റി സാർ എന്ന് പറയുന്ന, ശേഖർ സാർ എന്ന് പറയുന്ന ഒരു സാറുമാരുണ്ട്. അവരാണെങ്കിൽ പിള്ളേരുടെ കൂടെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും ഈ സാറുമാരൊക്കെ ചില ടൈമിൽ സാറുമാരുടെ കൂടെ സൈഡ് നിൽക്കാണ്ട് പിള്ളേരുടെ സൈഡ് നിൽക്കുന്നുണ്ട്. ന്യായമോടാണെങ്കിൽ. അതെ, അതാണ് എൻ്റെ പ്രിൻസിപ്പളിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഭരതൻ സാറ് എന്നെ ട്രാൻസ്ഫോം ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹം എത്രയോ MPhil MA ഭയങ്കര പഠിപ്പുള്ളതാണ്. ചെരുപ്പിടില്ല, മുണ്ടും ജുബ്ബ എടുത്ത് വരും, മുറുക്കാൻ ജുബ്ബയിൽ വീണിട്ടുണ്ടാവും. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും റോട്ടിൽ കൂടി നടക്കുന്ന ഒരാളെ പോലെ തോന്നും. പക്ഷെ ഇത്രയും ജീനിയസ് ആയിട്ട് ഒരാളില്ല. പുള്ളിക്ക് മനസ്സിലായി ഇവൻ്റെ അതാണെന്ന് അറിഞ്ഞ് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. ഭരതൻ സാറ് നമ്മൾ സമരം ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ പുള്ളി നിൽക്കും. റോട്ടിൽ ബസ്സിനെതിരെ സമരം ചെയ്ത ഫ്രണ്ടിൽ പുള്ളിയാണ് നിന്നത്. അത് വെച്ചിട്ടൊരു സിനിമ വന്നിരുന്നു. പക്ഷേ അതിൽ നിന്ന് കുറേ മാറിയായിരുന്നു. മമ്മൂക്ക പഠിപ്പിക്കാൻ വരുന്നതായിട്ട് അജയ് വാസുദേവൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നുള്ളൊരു ത്രെഡ് എടുത്തിട്ടാണ് ചെയ്തത്. ഭരതൻ സാറിൻ്റെ ഒരു സംഭവമാണ്. പക്ഷെ അങ്ങനെയല്ല, ആ സിനിമ ഇനിയും ചെയ്യാൻ പറ്റും. കാരണം ഭരതൻ സാർ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അതൊരു വേറൊരു വെൽ ഡ്രസ്ഡ് ആയിട്ടൊന്നും കണ്ടിട്ടേ ഇല്ല ഞാൻ. അപ്പം അങ്ങനെയുള്ള അധ്യാപകർ ഇപ്പോഴും ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അവർ അത്രയും ഇതുണ്ട്. പക്ഷേ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച വിഷവടി എന്നും പറഞ്ഞൊരു സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വിഷവടി എന്ന് പറഞ്ഞാൽ അന്ന് ചൂരിൽ വെച്ച് അടിക്കുമായിരുന്നു. അതിപ്പോഴും ഭയങ്കര മീശയൊക്കെ വെച്ചിട്ട് ഇപ്പോഴും പേടിയും ദേഷ്യമാണ് നമ്മളെ അടിച്ചിട്ട് വേദനിപ്പിച്ചിട്ടുള്ള.
അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് അധ്യാപകർ. അവർ നമ്മളെ റെസ്പെക്റ്റും ചെയ്തിട്ടുണ്ട്. ഈ ഭരതൻ സാർ എന്ന് പറഞ്ഞ കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു പറവൂർ പിന്നെ ഭയങ്കര ഫേമസ് ആവില്ല. മറ്റേ നോർത്ത് പറവൂർ നോർത്ത് പറവൂർ തന്നെ. ഞാൻ ഭരതൻ സാറിന്റെ ഇപ്പോൾ പ്രതിമയൊക്കെ അവിടെ വരാൻ പോകുന്നുണ്ട്. അവിടെ ഒരു അദ്ദേഹത്തിന്റെ പേരിലൊരു സ്ഥാപനം വരാൻ പോകുന്നുണ്ട്. മാഗസിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സാറിനെ കുറിച്ച് ഞാൻ ആർട്ടിക്കിൾ ചെയ്തിട്ടുണ്ട്. ഓ അതായത് ഓ ഓ മീൻസ് ആർട്ടിക്കിൾ തന്നത് ഞാനാണ് മാഗസിൻ ഡിസൈൻ ചെയ്ത്. ഓ അപ്പോൾ ഓ ഓ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ആളിനെ കുറിച്ച് ഇങ്ങനെ കുറെ വായിച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് പത്രക്കെട്ടുകൾ നല്ല കുറെ ഫോട്ടോസ് ഇല്ല. ഇല്ല 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 ഒരു ആളുടെ സിംഹത്തിന്റെ പോലെ ഇരിക്കണ പുള്ളി. ആളുടെ മകന്റെ കളക്ട് ചെയ്തൊരു പിക്ചറും അതേപോലെ തന്നെ ഒരു കാരിക്കേച്ചർ, പത്രത്തിൽ വന്നൊരു കാരിക്കേച്ചർ മാത്രമേ ഉള്ളായിരുന്നു കൊടുക്കാൻ. ഓ ഓ ഓ അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് കഥാപ്രസംഗം പഠിക്കണം, നന്നായിട്ട് ഭാഷ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കെടാമംഗലം സദാനന്ദ സാറിനെ വിളിച്ച് പറയുക. ഒന്നോർത്ത് ഒരു കലാകാരനെ വിളിച്ച് പറഞ്ഞു ഇവനെ കലാകാരനാക്കെന്ന് പറഞ്ഞു. അല്ലാണ്ട് വിളിച്ച് ട്യൂഷന് ഇവൻ നന്നായിട്ട് പഠിപ്പിക്കുന്നല്ല പറഞ്ഞത്. അപ്പം എന്നെ കലാകാരനാക്കണമെന്നുള്ള പുള്ളിയുടെ അൾട്ടിമേറ്റ് ആയിരുന്നു. അന്നുണ്ടായിരുന്നവരാണ് അമൽ നീരദ്, രാജീവ് രവി, പിന്നെ സലീം കുമാർ, അങ്ങനെ കുറേ പേര് വരാനുള്ളൊരു പ്രോത്സാഹനം തന്നെ ഈ സാറായിരുന്നു. ഞങ്ങൾ യൂണിവേഴ്സിറ്റി വിൻ ചെയ്തു വന്നു. ഗാന്ധി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് സെയിം ഡ്രസ്സസ് ആയിരുന്നു എപ്പോഴും ഫസ്റ്റ് കിട്ടിയുള്ളത്. ഈ സാറിൻ്റെ ഒരു ഒറ്റപ്പെടുത്തം കാരണം ഞങ്ങൾ മഹാരാഷ്ട്ര ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിക്ക് അക്കാഡമിക്ക് അത് സൈഡിൽ നടന്നോളും. ഇത് ടാലൻ്റ് എന്ന് പറഞ്ഞാൽ ദൈവം വളരെ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുള്ളൂ. ഈ 916 കുഞ്ഞൂട്ടൻ്റെ വിശേഷങ്ങൾ. 916 കുഞ്ഞൂട്ടൻ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ട്. ചെറിയ സിനിമയായിരുന്നു, പക്ഷെ അത് പ്രോപ്പറായിട്ടുള്ളൊരു സമയമായിരുന്നെങ്കിൽ കുറച്ചും കൂടി സക്സസ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ ഒരു 12 പടമൊക്കെ ഇറങ്ങുന്ന സമയത്താണ് ഈ പടം ഇറങ്ങിയിരിക്കുന്നത്. എങ്കിലും അത് ബ്രേക്ക് ഈവണായി, എബവ് ആവറേജായി. ഭയങ്കര സൂപ്പർ പടമൊന്നുമല്ല, പക്ഷേ രസമുണ്ട്. ഇനി അടുത്ത അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം തരുന്ന രീതിയിലുള്ള ആൾക്കാരുടെ പ്രതികരണം ഉണ്ടായി. ഇപ്പോൾ OTT എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പടത്തിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ തന്നെ ആമസോൺ ഓക്കെ ആയി, ഡയറക്റ്റ് ആമസോൺ ഓക്കെ ആക്കി. അപ്പോൾ അത് നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഈ ആഴ്ച പോലീസ് ഡേ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങാനുണ്ട്. പിന്നെ പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞൊരു വലിയ പടം സുരേഷ് ഗോപിയുടെ ഒപ്പം ചെയ്യുന്നൊരു സിനിമയുണ്ട്. അപ്പം ബാക്ക് ടു ബാക്ക് സിനിമകളുണ്ട്. അതിലേത് കയറി അടിക്കും എന്നുള്ള അറിയില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു തൊഴിൽ. പുതിയ പ്രൊജക്ട്സ്. പുതിയത് ഇപ്പോൾ ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞൊരു പടമാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് 5-6 പേരുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഞാനുണ്ട്, ഷാജോൺ, വിജയരാഘവൻ ചേട്ടൻ, അങ്ങനെ 6-7 പേര് ഒരുമിച്ച്. അങ്ങനെ ഒരു ഹീറോ എന്ന് പറയാനുള്ള ഹീറോ സബ്ജക്റ്റിൻ്റെ മാർത്താണ്ഡൻ എന്ന് പറയുന്ന ഡയറക്ടറാണ്. ദൈവത്തിൻ്റെ സ്വന്തം ഗ്ലീറ്റസ് പാവടയൊക്കെ ചെയ്ത ഡയറക്ടറാണ്. എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. അതാണിപ്പോൾ പടം കഴിഞ്ഞത്. ഇനി ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഓഗസ്റ്റിലൊരു പ്രൊജക്റ്റ് ഉണ്ട്. അതൊക്കെ അതാവുമ്പോൾ പറയാം. നാളെ എന്താണ് സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇത്രയും നേരം നമ്മളോട് ഇവിടെ സംസാരിച്ച ടിനിച്ചേട്ടന് എല്ലാവിധ ആശംസകളും. അതേപോലെ തന്നെ ഇപ്പോൾ ടിനിച്ചേട്ടൻ്റെ 916 കുഞ്ഞൂട്ടൻ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരും പോയി കാണുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. കണ്ട എല്ലാവരും സന്തോഷവാന്മാരായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. അടുത്ത ഇൻ്റർവ്യൂവിൽ നമുക്ക് ശരിയാക്കാം. പക്ഷേ ഇത് നന്നായിട്ട് റോഷൻ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇതുവരെയായിട്ടും ചോദിക്കാത്ത കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ ഉണ്ടാവും. അപ്പോൾ താങ്ക് യു. ഗോഡ് ബ്ലെസ്.